ആയിഷ, ഒന്ന് എഴുന്നേൽക്ക്. ഈ ഊട്ടിയിൽ ഹണിമൂൺ വന്നിട്ട് എന്തൊരു ഉറക്കമാടോ. പുറത്ത് നല്ല മഞ്ഞ്. എന്താ രസം ആയിഷ. ഇന്നലെ നീയല്ലേ പറഞ്ഞത് നിനക്ക് മഞ്ഞ് കാണണം, കൊട കാണണം, ചൂട് ചായ കുടിക്കണം എന്നൊക്കെ. എന്നോട് ഇപ്പൊ തണുപ്പ് പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത് കണ്ടില്ലേ? ഇങ്ങോട്ട് എഴുന്നേൽക്കടി. ഒന്ന് ശാന്തിപ്പെടുത്താൻ വെക്കാം. എൻ്റെ അടുത്തോട്ടൊന്ന് പറയാമോ? എന്തിനാ? നമുക്ക് ഈ തണുപ്പത്ത് ഒന്നുകൂടി കെട്ടിപ്പിടിച്ച് കിടങ്ങിയാലോ? ഇന്നലെ രാത്രി മുഴുവൻ നീ എന്നെ കെട്ടിപ്പിടിച്ചില്ലേ? ഉറങ്ങി നീ മതിയായില്ല ഊട്ടി. അത് പിന്നെ രാവിലെ ഇക്കാനെ കെട്ടിപ്പിടിച്ചുറങ്ങുന്നതിന്റെ സുഖം ഒന്ന് വേറെ. എന്നാലേ അങ്ങനെ നീ ഇപ്പോൾ ഉറങ്ങണ്ട. അതെ, രാവിലെ ചായയും കോഫി കൊണ്ട് വന്നിട്ടുണ്ട്. ഒന്ന് എഴുന്നേൽക്കുക ആയിഷോ. ഒന്നും ഉറങ്ങാനും സമ്മതിക്കില്ല. എനിക്കാണെങ്കിൽ തണുത്തിട്ട് വയ്യ. എൻ്റെ ഉറക്കവും പോയി. എന്നാ ഞാൻ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. പെട്ടെന്ന് വാ. ഞാൻ അപ്പോഴേക്കും നിനക്ക് ചായ എടുത്ത് വെക്കാം. നല്ല അടിപൊളി ചൂടുള്ള ചായ ആയിഷോ. എന്താ വന്നു? എടത്തിനൊക്കെ എന്തൊരു തണുപ്പ്. ചായ എങ്ങനെയുണ്ട് നോക്കിയിട്ട് പറയൂ. സൂപ്പർ. അല്ലെങ്കിൽ ഊട്ടിയിലെ ചായക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് പണമുണ്ട്. ശരിയാ, ഊട്ടിയിലെ ടേസ്റ്റും ഭംഗിയ ചായക്കുണ്ട്. ഇവിടുത്തെ ഗാർഡൻ ടീ ആണ്. ചായക്ക് മാത്രമേ ഉള്ളൂ ഈ ഭംഗി, എനിക്കില്ല. ഈ ഊട്ടിയുടെ സൗന്ദര്യമുണ്ട് എൻ്റെ ആയിഷക്കുട്ടിക്ക്. നിന്റെ മുഖത്ത് നോക്കിയാലേ എനിക്ക് കണ്ണെടുക്കാൻ പറ്റില്ല. അത്രയ്ക്കും ഭംഗിയുള്ള കുട്ടിയല്ലേ. അല്ല, നിന്റെ കവിള് നന്നായി ചുവന്നിരിക്കുന്നല്ലോ. തണുപ്പടിച്ചിട്ടാണോ? തണുപ്പടിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഇന്നലെ ഇക്കതെന്ന സമ്മാനെ കൂടി. അയ്യേ, അത് എന്നെ ആക്രമിക്കുമ്പോൾ ഓർക്കണമായിരുന്നു. ഒന്ന് പോയിക്കാം. ഓ, പെണ്ണിന് നാണം വന്നല്ലോ. ഇപ്പൊ നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഞാനൊരു തരട്ടെ? വേണ്ട വേണ്ട, കുറച്ച് കഴിയട്ടെ. കൊതിയൻ. നമുക്ക് രാവിലെ ഈ മഞ്ഞിൽ ഒന്നുകൂടി ഒന്ന് നടന്നാലോ? നല്ല രസമായിരിക്കും. നീയല്ല പറഞ്ഞത് നിനക്ക് തണുക്കുന്നു എന്ന്. ഇപ്പൊ തണുപ്പ് മാറിയോ? തണുപ്പ് മാറിയില്ല, പക്ഷെ ഇക്കാനിങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കാൻ എനിക്ക് തോന്നുന്നുണ്ട്. എങ്കിൽ നമുക്ക് ഇപ്പൊ തന്നെ നടന്ന് പോകാം. പിന്നെ ആ കമ്പിളിപ്പത്തും കൂടി എടുത്തോ. അതെന്തിനാ? സെക്ടർ ഓവർ. ആ മലയുടെ മുകൾ ഭാഗത്ത് നമുക്ക് ഒറ്റയ്ക്ക് തണുപ്പ് കൊണ്ട് ഒന്നുകൂടി പുതച്ചും കൂടി കിടന്നുറങ്ങിയാലോ? ഇങ്ങനെ നല്ല രസമായിരിക്കും. ഞാൻ റെഡി. എങ്കിൽ വാ, ഇന്നത്തെ നമ്മൾ ആ മലയുടെ മുകളിലായിരിക്കാം. അയ്യോ, ഇനി ഉറങ്ങി മലയുടെ മുകളിൽ നിന്ന് താഴെ വീഴൂലേ? ഓ, ഇനി അഥവാ വീണാൽ കുറച്ചു നേരം നമുക്ക് അവിടെ കിടന്നുറങ്ങാം. എന്തായാലും അള്ളാഹുവിനോട് നന്നായി പ്രാർത്ഥിച്ചോ. ഇങ്ങനെയുണ്ട് ഒരു ഹണിമൂൺ. ഇനി എത്ര ഹണിമൂൺ കാണാൻ കിടക്കുന്നു കുട്ടി.